ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഹെൽത്തി ചട്നി ഉണ്ടാക്കിയാലോ? ചട്നി എന്ന് കേൾക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കമാണെന്നല്ലേ വിചാരിച്ചേ? ശരിയാണ്, ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ്. പക്ഷേ ഈ ഒരുക്കം ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ്. തിങ്കളാഴ്ച ആയാൽ പിന്നെ കാലത്ത് തിരക്കാണ്. ഓഫീസിൽ പോകണം. വർക്ക് ഫ്രം ഹോം ആണ്. കാലത്ത് തന്നെ മീറ്റിംഗ് തുടങ്ങും. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിരിക്കണമല്ലോ. തിരക്കുള്ള ആഴ്ചയാണ് വരുന്നതെങ്കിൽ ഇതാണ് എൻ്റെ 3-4 ദിവസത്തെ റെഡി ടു ഈറ്റ് ചട്നി റെസിപ്പി. അതിനായിട്ട് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യും പാനിലേക്ക് ഒഴിക്കുക. കുറച്ച് ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ, ഇതെല്ലാം ആവശ്യത്തിന്. ഞാൻ ക്വാണ്ടിറ്റി പറയുന്നില്ല, നിങ്ങൾ എത്രത്തോളം കഴിക്കും, എത്ര ആൾക്കാരുണ്ട് എന്നൊരു കണക്ക് വെച്ചിട്ട് 3-4 ദിവസത്തേക്കുള്ള ഉണ്ടാക്കിക്കോളൂ. 3-4 ദിവസത്തെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ, ടൊമാറ്റോ ഇതെല്ലാം ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഇതൊരു ഹെൽത്തി ചട്നിയാണെന്ന് പറഞ്ഞല്ലോ. കുറച്ച് വാൾനട്ട്, പംകിൻ സീഡ്, കാഷ്യൂ ഇതൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ് ഇതെല്ലാം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഒമേഗ 3 എല്ലാം കിട്ടിക്കോട്ടെ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വീണ്ടും നല്ലപോലെ സോട്ട് ചെയ്യണം. സോട്ടായി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരി ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നു. അത് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി അതൊന്ന് സോട്ടായി വരുമ്പോൾ എന്താണ് ഇനി ആഡ് ചെയ്യാനുള്ളത്? നമുക്കിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട, ഒന്ന് ഡാർക്കായൊക്കെ വരണം കേട്ടോ. അധികം തേങ്ങ വഴണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ചട്നി ചീത്തയാവും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് യൂസ് ചെയ്യാനാണെങ്കിൽ അധികം വഴറ്റണമെന്നില്ല. ഒരു 3-4 ഡേയ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ല വഴറ്റിയെടുത്തോളൂ. അപ്പോൾ നല്ല വഴറ്റി ചൂട് മാറുമ്പോൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്ത ചട്നി റെഡി. ഇനി ദോശയും ഇതേ കണക്ക് ഉണ്ടാക്കി വെക്കുമെന്നല്ലേ? ഇല്ല കേട്ടോ, അത് ഫ്രഷായിട്ട് എൻ്റെ ഭർത്താവ് ഉണ്ടാക്കും. ചിലപ്പോൾ ഞാനും. അത് ഞങ്ങളുടെ വർക്ക് അനുസരിച്ച് മാറിയിരിക്കും കേട്ടോ. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇത് ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെക്കാം. നല്ല ടേസ്റ്റി ചട്നിയാണ് കേട്ടോ. ഇനി നല്ല ചൂട് ദോശയുടെ കൂടെ കഴിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് പറയണം കേട്ടോ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.